ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ SS ലോഗോസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യുന്നത് 2 കൊറിന്തോസ് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2 കൊറിന്തോസ് 7:1 പൗലോസ്ലീഹ കോറിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ്? ഉത്തരം, പ്രിയപ്പെട്ടവരെ. 2, എന്ത് നമുക്കുള്ളതിനാലാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുവാൻ സാധിക്കുന്നത്? ഉത്തരം, ഈ വാഗ്ദാനങ്ങൾ. 3, വിശുദ്ധി പരിപൂർണമാക്കുന്നത് എന്തിലാണ്? ഉത്തരം, ദൈവഭയത്തിൽ. 4, എവിടെ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, നിങ്ങളുടെ ഹൃദയത്തിൽ. 5, ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. എന്തിനല്ല ഇത് പറയുന്നത് എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. 6, നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്? ഉത്തരം, ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി. 7, പൗലോസ്ലീഹായ്ക്ക് കോറിന്തോസുകാരിൽ എങ്ങനെയുള്ള വിശ്വാസമാണ് ഉള്ളത്? ഉത്തരം, ഉത്തമ വിശ്വാസം. 8, പൗലോസ്ലീഹ ആനന്ദപൂരിതനായിരിക്കുന്നത് എന്തിലാണ്? ഉത്തരം, ക്ലേശങ്ങളിൽ. 9, എവിടെ ചെന്നപ്പോഴാണ് സ്ലീഹായ്ക്ക് ഒരു വിശ്രമവും ഇല്ലാതിരുന്നത്? ഉത്തരം, മക്കദോനിയായിൽ ചെന്നപ്പോൾ. 10, പൗലോസ്ലീഹായെ സദാ അലട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം, ക്ലേശങ്ങൾ. 11, ആരാണ് തീത്തോസിൻ്റെ സാന്നിധ്യം വഴി സ്ലീഹായ്ക്കും കൂട്ടർക്കും ആശ്വാസം നൽകിയത്? ഉത്തരം, ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം. 12, എൻ്റെ എന്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല എന്താണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, എഴുത്ത്. 13, കോറിന്തോസുകാർക്ക് സ്ലീഹായോടുള്ള താൽപ്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് ആര് പറഞ്ഞപ്പോഴാണ് സ്ലീഹ അത്യധികം സന്തോഷിച്ചത്? ഉത്തരം, തീത്തോസ് പറഞ്ഞപ്പോൾ. 14, 2 കൊറിന്തോസ് 7:9 അനുസരിച്ച് പൗലോസ്ലീഹ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, കോറിന്തോസുകാരുടെ ദുഃഖം അവരെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. 15, ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് സ്ലീഹ പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം, കോറിന്തോസുകാരുടെ ദുഃഖം ദൈവഹിതപ്രകാരം ആയിരുന്നതുകൊണ്ട്. 16, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം, രക്ഷാകരമായ പശ്ചാത്താപം. 17, മരണത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? ഉത്തരം, ലൗകികമായ ദുഃഖം. 18, ആരെയൊക്കെ പ്രതിയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല. 19, എന്തിനാണ് ഞാൻ എഴുതിയതെന്നാണ്
സ്ലീഹ പറഞ്ഞത്? ഉത്തരം: ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന്. 20. തീത്തോസിനോട് ഞങ്ങൾ എന്ത് പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഉത്തരം: മേനി പറഞ്ഞത്. 21. എപ്രകാരമാണ് കോറിന്തോസുകാർ തീത്തോസിനെ സ്വീകരിച്ചത്? ഉത്തരം: ഭയത്തോടും വിറയലോടും കൂടെ. 22. 2 കോറിന്തോസ് 7:16 അനുസരിച്ച് എന്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഉത്തരം: എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസം ഉള്ളതിനാൽ. 23-ാമത്തെ ചോദ്യം: മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്നാണ് സ്ലീഹായും കൂട്ടരും ആഗ്രഹിക്കുന്നത്? ഉത്തരം: ദൈവ കൃപയെക്കുറിച്ച്. 24. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ എന്തൊക്കെയാണ് ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത്? ഉത്തരം: അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. 25. തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തത് ആരാണ്? ഉത്തരം: മക്കദോനിയാക്കാർ. 26. മക്കദോനിയാക്കാർ എന്തിൽ തങ്ങളെ കൂടി ഭാഗഭാക്കുകളാക്കണമെന്നാണ് സ്ലീഹായോട് തീവ്രമായി അപേക്ഷിച്ചത്? ഉത്തരം: വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ. 27. മക്കദോനിയാക്കാർ തങ്ങളെ തന്നെ സമർപ്പിച്ചത് ആർക്കൊക്കെയാണ്? ഉത്തരം: ആദ്യമേ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും. 28. നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള എന്ത് പൂർത്തിയാക്കാനാണ് തീത്തോസിനോട് അഭ്യർത്ഥിച്ചത്? ഉത്തരം: കാരുണ്യ പ്രവർത്തനങ്ങൾ. 29. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്നതുപോലെ മറ്റേത് കാര്യത്തിലും മികച്ചു നിൽക്കുവിൻ എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഉത്തരം: കാരുണ്യ പ്രവർത്തനങ്ങളിലും. 30. സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത് ആരാണ്? ഉത്തരം: കർത്താവായ യേശുക്രിസ്തു. 31. സമ്പന്നനായിരുന്നവൻ ദരിദ്രനായത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകുന്നതിന് വേണ്ടി. 32. ഏത് കാര്യമാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കുമെന്ന് പൗലോസ്ലീഹ ഉപദേശിക്കുന്നത്? ഉത്തരം: 1 വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ കാര്യം. 33. ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ. 34. സമത്വം ഉണ്ടാകുന്നത് എപ്രകാരമാണ്? ഉത്തരം: പരസ്പരം സമൃദ്ധിയിൽ നിന്ന് കുറവ് നികത്തുമ്പോൾ. 35. 2 കോറിന്തോസ് 8:15 ഉദ്ധരിക്കുക. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവും ഉണ്ടായിരുന്നില്ല. 36-ാമത്തെ ചോദ്യം: 2 കോറിന്തോസ് 8:15 സമാനമായ തിരുവചന ഭാഗം ഏതാണ്? ഉത്തരം: പുറപ്പാട് 16:18. 37. തീത്തോസിനോട് കൂടെ ഞങ്ങൾ ആരെ അയച്ചു എന്നാണ് പൗലോസ്ലീഹ
പറയുന്നത്? ഉത്തരം സുവിശേഷ പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെ. 38. ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ മുൻപാകെയും മനുഷ്യരുടെ മുമ്പാകെയും ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ. 39. നിങ്ങളുടെ ഇടയിലെ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനുമാണ് അവൻ. ആര്? ഉത്തരം തീത്തോസ്. 40. സഹോദരന്മാരെ സ്ലീഹ എപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവും. 41. എന്തിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് സ്ലീഹ 2 കൊറിന്തോസ് 9:1 പറയുന്നത്? ഉത്തരം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെ പറ്റി. 42. കൊറിന്തോസുകാരുടെ എന്താണ് സ്ലീഹായ്ക്ക് ബോധ്യമുള്ളത്? ഉത്തരം സന്നദ്ധത. 43. നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് എന്താണ്? ഉത്തരം നിങ്ങളുടെ തീഷ്ണത. 44. നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി ആര് കാണാനിടയായാൽ ഞങ്ങൾ അവമാനിതരാകും എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം തൻ്റെ കൂടെ വരുന്ന മക്കദോനിയാക്കാർ ആരെങ്കിലും. 45. നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന എങ്ങനെ ശേഖരിച്ചതാണെന്നാണ് വ്യക്തമാക്കേണ്ടത്? ഉത്തരം ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല, നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണെന്ന്. 46. 2 കൊറിന്തോസ് 9:16 ഉദ്ധരിക്കുക. സത്യമിതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. 47. ഓരോരുത്തരും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഉത്തരം സ്വന്തം തീരുമാനമനുസരിച്ച്. 48. ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കരുത്? ഉത്തരം വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. 49. എപ്രകാരം നൽകുന്നവനാണ് ദൈവം സ്നേഹിക്കുന്നത്? ഉത്തരം സന്തോഷപൂർവം നൽകുന്നവനെ. 50. സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവൻ ആരാണ്? ഉത്തരം ദൈവം. 51. എപ്രകാരമാണ് അവൻ വാരി വിതറിയത്? ഉത്തരം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. 52. നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ. 53. നിങ്ങളുടെ എന്താണ് സമൃദ്ധമാക്കുന്നത്? ഉത്തരം നീതിയുടെ വിളവ്. 54. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എന്തു ചെയ്യും? ഉത്തരം എല്ലാവിധത്തിലും സമ്പന്നരാക്കും. 55. നിങ്ങളുടെ സന്നദ്ധത ഞങ്ങളിലൂടെ എന്തായി പരിണമിക്കും എന്നാണ് പറയുന്നത്? ഉത്തരം കൃതജ്ഞത സ്തോത്രമായി. 56. 2 കൊറിന്തോസ് 9:15 എഴുതുക. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. 57. അടുത്തായിരിക്കുമ്പോൾ വിനീതനും
അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് കോറിന്തോസുകാർ കരുതുന്നത് ആരെയാണ്? ഉത്തരം പൗലോസിനെ. 58. എന്തിൻ്റെ പേരിലാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ. 59. ആരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസമാണ് സ്ലീഹായ്ക്ക് ഉള്ളത്? ഉത്തരം ഞങ്ങളെ ജഡികന്മാരായി കരുതുന്നവരെ. 60. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും എന്തു പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നതെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ജഡിക പോരാട്ടമല്ല. 61. ഞങ്ങൾ നടത്തുന്നത് ജഡിക പോരാട്ടമല്ല എന്ന് സ്ലീഹ പറയുവാനുള്ള കാരണമെന്ത്? ഉത്തരം സമരായുധങ്ങൾ ജഡികമല്ലാത്തതുകൊണ്ട്. 62. സമരായുധങ്ങൾ ജഡികമല്ലെങ്കിലും അവ എത്രമാത്രം ശക്തങ്ങളാണ്? ഉത്തരം ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ അവ ദൈവത്തിൽ ശക്തങ്ങളാണ്. 63. എന്തിനെയെല്ലാമാണ് സ്ലീഹ തകർക്കുന്നത്? ഉത്തരം ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും സ്ലീഹ തകർക്കുന്നു. 64. എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് വേണ്ടി. 65. സ്ലീഹ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ് എന്ന് പറയുന്നത്? ഉത്തരം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി. 66. എന്തിനെപ്പറ്റി കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ ലജ്ജിക്കാനില്ല എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി. 67. കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളെ പടുത്തുയർത്തുവാനാണ്, നശിപ്പിക്കുവാൻ അല്ല. 68. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം ഈടുറ്റതും ശക്തവും ആണ്. 69. ചിലർ അശക്തമെന്ന് പറയുന്നത് എന്തിനെയാണ്? ഉത്തരം സ്ലീഹായുടെ ശാരീരിക സാന്നിധ്യത്തെ. 70. സ്ലീഹായുടെ ഭാഷണം എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത്? ഉത്തരം മനസ്സിലേശാത്തതാണെന്ന്. 71. അകലെ ആയിരിക്കുമ്പോൾ സ്ലീഹ പറയുന്നത് എങ്ങനെയാണ്? ഉത്തരം ലേഖനത്തിലൂടെ. 72. അടുത്തായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ? ഉത്തരം ലേഖനത്തിലൂടെ പറയുന്നത് തന്നെ. 73. ആരുടെ ഗണത്തിൽപ്പെടാനോ അവരോട് താരതമ്യം ചെയ്യാനോ ആണ് പൗലോസ്ലീഹ തുനിയാത്തത്? ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ അവരോട് താരതമ്യം ചെയ്യപ്പെടാനോ പൗലോസ്ലീഹ തുനിയുന്നില്ല. 74. എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. 75. എന്ത് സ്വായത്തമാക്കി അതിരുകടന്ന് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം. 76. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് വികസിക്കുമെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം നിങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളുടെ അധികാരമണ്ഡലം. 77.
തങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ. 78. അഭിമാനിക്കുന്നവൻ ആരിലാണ് അഭിമാനിക്കേണ്ടത്? ഉത്തരം: കർത്താവിൽ. 79. സ്വീകാര്യനായിട്ടുള്ളവൻ ആരാണ്? ഉത്തരം: കർത്താവ് പ്രശംസിക്കുന്നവൻ. 80. ഞങ്ങൾ എന്ത് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം: അല്പം ഭോഷത്വം സംസാരിക്കുന്നത്. 81. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം: സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എന്ന്. 82. പൗലോസ്ലീഹയ്ക്ക് കോരിന്തോസുകാരോട് എന്താണ് തോന്നുന്നത്? ഉത്തരം: ദൈവീകമായ അസൂയ. 83. കോരിന്തോസുകാരെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ശ്ലീഹ എന്താണ് ചെയ്തത്? ഉത്തരം: ക്രിസ്തുവുമായി അവരുടെ വിവാഹ നിശ്ചയം നടത്തി. 84. പൗലോസ്ലീഹ കോരിന്തോസുകാരെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നത് ഏതുപോലെയാണ്? ഉത്തരം: നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ. 85. സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ എന്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നാണ് ശ്ലീഹ ഭയപ്പെടുന്നത്? ഉത്തരം: ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. 86. മറ്റൊരു യേശുവിനെയോ മറ്റൊരു ആത്മാവിനെയോ മറ്റൊരു സുവിശേഷമോ നിങ്ങൾ സ്വീകരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഉത്തരം: അനായാസം നിങ്ങൾ അതിന് കീഴടങ്ങും. 87. എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം, എങ്കിലും താൻ എന്തിൽ പിന്നോക്കമല്ല എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം: അറിവിൽ. 88. എന്താണ് പൗലോസ്ലീഹ പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചത്? ഉത്തരം: ദൈവത്തിൻ്റെ സുവിശേഷം. 89. എന്തിനു വേണ്ടിയാണ് പൗലോസ്ലീഹ മറ്റ് സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചത്? ഉത്തരം: കോരിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി. 90. മറ്റു സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് താൻ അവരെ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: കവർച്ച ചെയ്യുകയായിരുന്നു എന്ന്. 91. കോരിന്തോസുകാരുടെ കൂടെ ആയിരുന്നപ്പോൾ ശ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത് ആരായിരുന്നു? ഉത്തരം: മക്കദോനിയയിൽ നിന്നും വന്ന സഹോദരന്മാർ. 92. എന്ത് ശ്ലീഹായിലുള്ളതുകൊണ്ടാണ് ശ്ലീഹായുടെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ സത്യം. 93. ആരുടെ അവകാശവാദമാണ് പൗലോസ്ലീഹ ഖണ്ഡിക്കും എന്ന് പറയുന്നത്? ഉത്തരം: തങ്ങളുടെ പ്രേഷിത വേല ഞങ്ങളുടേതുപോലെയാണെന്ന് വൻപു പറയുന്നവരുടെ. 94. പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുള്ളത് ആരാണ്? ഉത്തരം: പിശാച്. 95. പിശാചിൻ്റെ ശുശ്രൂഷകർ എങ്ങനെയുള്ളവരായിട്ടാണ് വേഷം കെട്ടുന്നത്? ഉത്തരം: നീതിയുടെ ശുശ്രൂഷകരായിട്ട്. 96. ആരുടെ പരിണാമമാണ് അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കുന്നത്? ഉത്തരം:
പിശാചിൻ്റെ ശുശ്രൂഷകരുടെ പരിണാമം. 97 2 കൊരിന്തോസ് 11:16 പ്രകാരം പൗലോസ്ലീഹ ആവർത്തിച്ചു പറയുന്നത് എന്താണ്? ഉത്തരം: തന്നെ ആരും ഒരു ഭോഷനായി കരുതരുത് എന്ന്. 98 താൻ സംസാരിക്കുന്നത് എങ്ങനെയല്ല എന്നാണ് സ്ലീഹ പറയുന്നത്. ഉത്തരം: കർത്താവിൻ്റെ അധികാരത്തോടെ അല്ല. 99 കർത്താവിൻ്റെ അധികാരത്തോടെയല്ല, പ്രത്യുത ഏത് രീതിയിലൂടെയാണ് താൻ സംസാരിക്കുന്നതെന്നാണ് സ്ലീഹ പറയുന്നത്. ഉത്തരം: ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെ. 100 ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് എങ്ങനെ സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഉത്തരം: സന്തോഷപൂർവം. 101 ഏതൊക്കെ വിഭാഗങ്ങളിലാണ് അവരോട് താരതമ്യപ്പെടുത്തി ഞാനും അതെ എന്ന് സ്ലീഹ പറയുന്നത്? ഉത്തരം: ഹെബ്രായൻ, ഇസ്രായേൽക്കാരൻ, അബ്രാഹത്തിൻ്റെ സന്തതി. 102 അവരെക്കാൾ വളരെ കൂടുതൽ സ്ലീഹ അനുഭവിച്ചത് എന്ത്? ഉത്തരം: കാരാഗൃഹവാസം. 103 എത്രമാത്രം പ്രഹരമാണ് സ്ലീഹായ്ക്ക് ഏറ്റത്? ഉത്തരം: എണ്ണമറ്റ വിധം. 104 പലതവണ എന്തിലാണ് അകപ്പെട്ടത്? ഉത്തരം: മരണവക്ത്രത്തിൽ. 105 യഹൂദരുടെ കൈകളിൽ ഒന്നു കുറയെ 40 അടി വീതം സ്ലീഹ കൊണ്ടത് എത്ര പ്രാവശ്യമാണ്? ഉത്തരം: 5 പ്രാവശ്യം. 106 സ്ലീഹ വടികൊണ്ട് അടിക്കപ്പെട്ടത് എത്ര പ്രാവശ്യം? ഉത്തരം: 3 പ്രാവശ്യം. 107 കല്ലെറിയപ്പെട്ടത് എത്ര പ്രാവശ്യം? ഉത്തരം: ഒരിക്കൽ. 108 കപ്പലപകടത്തിൽ പെട്ടത് എത്ര പ്രാവശ്യം? ഉത്തരം: 3 പ്രാവശ്യം. 109 എത്ര ദിവസമാണ് കടലിൽ ഒഴുകി നടന്നത്? ഉത്തരം: ഒരു രാത്രിയും ഒരു പകലും. 110 യാത്രക്കിടയിൽ ആരിൽ നിന്നെല്ലാമാണ് സ്ലീഹായ്ക്ക് അപകടങ്ങൾ ഉണ്ടായത്? ഉത്തരം: നദികളിൽ വെച്ചും, കൊള്ളക്കാരിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, വിജാതീയരിൽ നിന്നും. 111 ആരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: വ്യാജ സഹോദരരിൽ നിന്നും. 112 പൗലോസ്ലീഹായെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? ഉത്തരം: സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. 113 സ്ലീഹായ്ക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും സ്ലീഹ പ്രശംസിക്കുന്നത്? ഉത്തരം: സ്ലീഹായുടെ ബലഹീനതകളെക്കുറിച്ച്. 114 ഞാൻ വ്യാജം പറയുകയല്ലെന്ന് ആരറിയുന്നു എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. 115 പൗലോസ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടി ദമാസ്കസ് നഗരത്തിന് കാവലേർപ്പെടുത്തിയത് ആര്? ഉത്തരം: അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി. 116 സ്ലീഹ അവൻ്റെ കൈകളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഉത്തരം: മതിലിലുള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്ക് ഇറക്കപ്പെട്ടു. 117 എന്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു നേട്ടവുമില്ല എന്നാണ് 2 കൊരിന്തോസ് 12:1 പറയുന്നത്? ഉത്തരം: ആത്മപ്രശംസ ചെയ്യുന്നതുകൊണ്ട്.
118 എന്തിലേക്ക് ഞാൻ കടക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും. 119 എത്ര വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം 14 വർഷം മുമ്പ്. 120 ആ മനുഷ്യൻ ഉയർത്തപ്പെട്ടത് ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്ന് അറിയുന്നത് ആർക്കാണ്? ഉത്തരം ദൈവത്തിന്. 121 ആ മനുഷ്യൻ ഉയർത്തപ്പെട്ടത് എവിടേക്കാണ്? ഉത്തരം പറുദീസായിലേക്ക്. 122 12:4 പ്രകാരം എങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ കേട്ടു എന്നാണ് പറയുന്നത്? ഉത്തരം അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ. 123 ഏത് മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം 14 വർഷം മുമ്പ് പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ട മനുഷ്യനെക്കുറിച്ച്. 124 എന്നെക്കുറിച്ച് എന്തിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം സ്വന്തം ബലഹീനതകളിലല്ലാതെ. 125 ഒരു ഭോഷനാകാതിരിക്കുന്നതിന് വേണ്ടി പൗലോസ്ലീഹ എന്താണ് ചെയ്യുക? ഉത്തരം സത്യമായിരിക്കും സംസാരിക്കുക. 126 അധികം ആരും തന്നെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് സ്ലീഹ എന്താണ് ഒഴിവാക്കുന്നത്? ഉത്തരം ആത്മപ്രശംസ. 127 പൗലോസ്ലീഹയ്ക്ക് എന്തിനു വേണ്ടിയാണ് 127 പൗലോസ്ലീഹയ്ക്ക് എന്തിനു വേണ്ടിയാണ് ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നത്? ഉത്തരം വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കുന്നതിന് വേണ്ടി. വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കുന്നതിന് വേണ്ടി. 120 പിശാചിൻ്റെ ദൂതൻ തന്നെ വിട്ടകലാൻ വേണ്ടി സ്ലീഹ എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത്? ഉത്തരം 3 പ്രാവശ്യം. 129 പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ വേണ്ടി പ്രാർത്ഥിച്ച പൗലോസിനോട് കർത്താവ് എന്താണ് അരുളി ചെയ്തത്? ഉത്തരം നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 130 പൗലോസ്ലീഹ തൻ്റെ ബലഹീനതയെക്കുറിച്ച് പൂർവാധികം സന്തോഷത്തോടെ പ്രശംസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. 131 ഒരു അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടത് എന്തിൻ്റെയെല്ലാം കൂടെയാണ്? ഉത്തരം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ. 132 എത്രാം പ്രാവശ്യം ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം 3-ാം പ്രാവശ്യം. 133 ആര് ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത്? ഉത്തരം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി. 134 സ്ലീഹ ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ പ്രസംഗിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം കോറിന്തോസുകാരുടെ അഭ്യുന്നതിക്ക് വേണ്ടി. 135 എന്തിനെക്കുറിച്ച് എനിക്ക് ഭയമുണ്ട് എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം എൻ്റെ ദൈവം
എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന്. 136. ആരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നാണ് ശ്ലീഹ ഭയപ്പെടുന്നത്? ഉത്തരം: തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരായ അനേകരെ ഓർത്ത്. 137. ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: 2 3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. 138. ശ്ലീഹ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആർക്കാണ്? ഉത്തരം: നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. 139. ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടവൻ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: ദൈവത്തിൻ്റെ ശക്തിയാൽ. 140. നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, ഏകമനസ്സായിരിക്കുവിൻ. ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം: പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞത്. 141. എന്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ലെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: സത്യത്തിനെതിരായി. 142. ഞങ്ങൾ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ. 143. നിങ്ങളുടെ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് പറയുന്നത്? ഉത്തരം: നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി. 144. എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം: വിശുദ്ധ ചുംബനം കൊണ്ട്. 145. ആരെ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: വിശുദ്ധർ എല്ലാവരും. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് നല്ലവണ്ണം പഠിക്കുക. അടുത്ത ദിവസം പരീക്ഷയാണ്, അതുകൊണ്ട് നല്ലവണ്ണം പഠിക്കാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്നായി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അത് പരിശുദ്ധാത്മാവിനോട് നന്നായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണമേ, എല്ലാം എഴുതാൻ പറ്റണമേ എന്ന്. അതുകൊണ്ട് പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.